ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി എരുമേലിയിൽ നടത്തുന്ന മരാമത്ത് പ്രവർത്തികളിൽ വൻ അഴിമതിയെന്ന് ശബരിമല കർമ്മസമിതി. അശാസ്ത്രീയ നിർമ്മാണങ്ങളും ടെൻഡർ നടപടികളിൽ അഴിമതിയും എന്നാണ് ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയ്യപ്പന്മാർ അസൗകര്യങ്ങളിൽ പൊറുതിമുട്ടാറുള്ള എരുമേലിയിൽ ഇത്തവണയും അഴിമതിയും കെടുകാര്യസ്ഥതയും കൊടികുത്തി വാഴുന്നുവെന്നാണ് കർമ്മസമിതി ആരോപിക്കുന്നത്. എരുമേലി വലിയമ്പലത്തിന് സമീപമുള്ള പാർക്കിംഗ് എക്കാലവും ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. ഇത്തവണ ഇവിടെ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പക്ഷേ കുണ്ടും കുഴിയും നികത്തി ഭൂമി നിരപ്പാക്കാതെയാണ് ടൈൽ വിരിക്കുന്നത്. ദിനംപ്രതി 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടുത്തെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് ശബരിമല കർമ്മസമിതി പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു. ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ 365 ദിവസവും അതേപോലെ 140 ദിവസത്തിനടുത്ത് ശബരിമല നട തുറന്നിരിക്കുന്ന ആ സമയങ്ങളിലെല്ലാം തൊട്ട് തലേ ദിവസങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വാഹനം കടന്നു പോകുന്ന പാർക്ക് ചെയ്യുന്ന ഇടങ്ങളാണ്. ഈ ഇടങ്ങളിലെല്ലാം വെറും ചള്ളയ്ക്കകത്തേക്ക് വെറും മിറ്റൽ വാരിയിട്ടുകൊണ്ട് ഈ ആദ്യത്തെ വർഷം തന്നെ ഇത് തകരുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നടക്കുക. ഇത് നോക്കാനോ ഇതിനു വേണ്ട സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാരും തന്നെ ഇവിടെ ഇല്ല. വലിയ അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെൻഡർ നടപടികളിലും അപാകതയുണ്ടെന്ന് കർമ്മസമിതി ഉന്നയിക്കുന്നു. ചെറിയ പ്രവൃത്തിക്ക് അമിതമായ തുക അനുവദിച്ചുകൊണ്ടുള്ള ടെൻഡർ നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെട്ടു. ഒരു അയ്യപ്പ ഭക്തൻ പോലും ചള്ള കാരണം വണ്ടി പോലും ഇടാത്തടത്ത് ലക്ഷങ്ങൾ മുടക്കി ദൂർത്ത് കാണിച്ചുകൊണ്ട് അനാവശ്യമായ വർക്കുകൾ നടത്തി ദേവസ്വം ഫണ്ട് അയ്യപ്പ ഭക്തന്മാർ കാണിക്കയിടുന്ന പൈസ എടുത്ത് ദേവസ്വത്തിലെ മരാമത്ത് പുട്ടടിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി ഇതിനകത്ത് വിജിലൻസ് അന്വേഷണവും വേണം. 5 വർഷമായി പണി പൂർത്തിയാക്കാതെ തുടരുകയാണ് പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ. ഇതിന്റെ ഭാഗമായി ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. ഇവ തുറന്നുകൊടുക്കണം. പേട്ട ഗണപതി നടയിലെ രുധിരക്കുളം സംരക്ഷിക്കണം. വലിയമ്പലം തിടപ്പള്ളിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം. തീർത്ഥക്കുളം അശുദ്ധമായതിന്റെ പരിഹാരം കാണണം. ഈ അടിയന്തര ആവശ്യങ്ങൾ പൂർത്തിയാക്കണമെന്നും ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം.